ഈ ജയ്പൂർ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കുറച്ച് വാഴ നടുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രാജസ്ഥാൻ റോയൽസ് RCB കളി കണ്ടിട്ട് ഇന്ന് എനിക്കിത് ഇപ്പൊ തോന്നിയതാണ്. നല്ല RCB-ക്കാർ കുറെ ക്യാച്ച് വിട്ട് കളഞ്ഞ് അന്ന് പകരം വീട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് രാജസ്ഥാനും കുറെ ക്യാച്ച് വിട്ട് ഫീൽഡ് സാൾട്ടിനൊക്കെ ആദ്യമേ ഔട്ടാക്കാൻ ചാൻസ് കിട്ടിയതാണ്. വിരാട് കോഹ്ലി ഏഴിൽ നിൽക്കുമ്പോൾ ഔട്ടാക്കാൻ ചാൻസ് കിട്ടിയാണ്. റിയാൻ പരാഗ് 30 മീറ്റർ ഓടി വന്ന് ക്യാച്ച്, 30 മീറ്റർ ഓടി വന്ന്. ക്രിക്കറ്റിൽ ഇതൊക്കെ സാധാരണ ഒന്നേ, എന്ത് ഹൈബോളാണ് പൊന്തിപ്പോയെന്ന് അറിയാമോ? ക്യാച്ച് വിട്ട്. പിന്നെ സഞ്ജു സാംസൺ ആദ്യത്തെ ഒരു കളിയിൽ 67 റൺസ് അടിച്ച്. പിന്നീടുള്ള കളി നിങ്ങൾ ഏതെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഫിയർഫുൾ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേടിച്ച് ബാറ്റിംഗ്. ഔട്ട് ആകുമെന്ന് കൃത്യമായി പേടിച്ചാണ് ബാറ്റ് ചെയ്യുന്നത്. അല്ലാതെ എന്ത് ബാറ്റിംഗ് ആണ് ഇവനൊക്കെ കാഴ്ചവെക്കുന്നത്? നിങ്ങൾ എന്നെ ട്രോളാനോ ചീത്ത പറയാനൊന്നും വരണ്ട. എന്റെ വീഡിയോ നോക്കൂ, ഞാനൊരു സഞ്ജുവിന്റെ കട്ട ഫാനാണ്. ഇമാതിരി കളി കളിച്ചിട്ട് ഇന്ത്യൻ ടീമിലൊന്നും ഇനി നിലനിൽക്കാന്ന് വിചാരിക്കണ്ട. കഴിവുള്ള പിള്ളേര് പുറത്തുണ്ടെങ്കിൽ വരട്ടെ. ഇവനെയൊക്കെ പിടിച്ച് മാറ്റുന്നേ. എന്തിനാണ് ഇവനെയൊക്കെ പിടിച്ച് ടീമിലിടണത്? കളി കണ്ട ഏങ്ങി വലിഞ്ഞൊരു 173 റൺസ് അടിച്ച്. സാമാന്യം ഭേദപ്പെട്ട സ്കോർ എന്നൊക്കെ പറയാം. എന്ത് ഭേദപ്പെട്ട സ്കോർ? ഇപ്പോഴത്തെ IPL BCCI പണം വരാൻ വേണ്ടി അടിക്കണ ബാറ്റും പിച്ച് ഉണ്ടാക്കി വെക്കുമ്പോൾ 173 സ്കോർ അല്ലെന്നേ. ഇവന്മാർക്ക് അതിനുള്ള ഫെസിലിറ്റിയും കൊടുക്കുന്നത്. എത്ര കോച്ചുമാരി എന്തൊക്കെ ഫെസിലിറ്റി, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആരാധകർ ഇവന്മാരെ പറ്റിക്കല്ലേ ചെയ്യണത്? ഇമാതിരി കളി കാണണ്ട, ക്രിക്കറ്റ് കാണണ്ട എന്ന് നാട്ടിലെ ആൾക്കാർ മുഴുവനും കളിയാക്കുമ്പോഴും ഇപ്പോഴത് കണ്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാനൊക്കെ വന്ന നമ്മളെ വേണ്ട ആദ്യം നല്ല പത്തൽ വെട്ടിയടിക്കാൻ അല്ലേ? രാജസ്ഥാൻ 20 ഓവർ 173 റൺസ് ഏങ്ങി വലിഞ്ഞടിക്കുന്നു. 4 വിക്കറ്റ് എന്തോ പോയുള്ളൂ. അതിന് രാജസ്ഥാൻ ഫീൽഡർമാരുടെ മികച്ച ഗുണം കൊണ്ട് RCB 17.2 ഓവറിൽ കൃത്യമായിട്ട് 175 റൺസ് അടിക്കുന്നു. വിരാട് കോഹ്ലി നോട്ട് ഔട്ട്. ഫീൽഡ് സാൾട്ട് ഏകദേശം നല്ല അടി അടിച്ചിട്ട് ഔട്ടായി. ദേവത് പടിക്കൽ ഒറ്റ കളിയിലും ഫോം ആവാത്തവനാണ്. അവൻ വരെയും ഫോമായി. ഏതോ ഒരു കളിയിൽ മാത്രം ഫോം ആയിട്ടുള്ളൂ. ഇവന്മാരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിത് എന്ത് ചീത്ത പറഞ്ഞാലും ട്രോൾ ചെയ്യാലും ശരി, സഞ്ജു സാംസണേക്ക് ഇനി ഇന്ത്യൻ ടീമിന്റെ 7 അയലത്തോൽ അടുപ്പിക്കരുത്. പിന്നെ വേറെ ആരാണ് കളിക്കുക? എന്ത് കളിയാണ് കളിച്ചതും എന്റെ പൊന്നു മോനെ. വെറുതെ റിവ്യൂ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. വെറുതെ കമന്റ് ബോക്സിൽ എനിക്ക് തെറി വിളിയായിരിക്കും. തെറി വിളിച്ചാലും കുഴപ്പമില്ല. ഞാനും ഇവന്മാരൊക്കെ അത്ര ഫാനാണെന്നേ. എന്റെ വീഡിയോ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇവന്മാര് പ്ലേ ഓഫ് പോയിട്ട് ഒന്നും കാണാൻ പോണില്ല. അടുത്ത ഏതെങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ കളി നടക്കണ്ടേ? ഏതായാലും അതും കൂടി നോക്കട്ടെ. ദൈവത്തിന്റെ സ്വന്തം പോരാളികൾ എന്തെങ്കിലും ജയിക്കുമോ നോക്കട്ടെ. എന്നിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.